കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷിലെ 5ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഹോണസ്റ്റി പ്രൈസ് എന്നുള്ള യൂണിറ്റിലെ ആക്ടിവിറ്റീസ് ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മൾ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ മലയാളത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ളവർ പോയി കാണാം. അപ്പോൾ നമുക്ക് ആദ്യമുള്ളത് ഒരു പോമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ലെറ്റ്സ് റീഡ് എ പോം ആൻഡ് റിസൈറ്റ്. സോ മെനി ജോബ്സ് എന്നുള്ളതാണ് നമ്മുടെ പോമിൻ്റെ ഹെഡിങ് എന്ന് പറയുന്നത്. ഫാമേഴ്സ് പ്ലാന്റ് ആൻഡ് റീപ്പ് ദ ക്രോപ്സ്, ടൈലേഴ്സ് സ്റ്റിച്ച് ദ ക്ലോത്ത്സ് ഫോർ ടോപ്സ്, ഡോക്ടേഴ്സ് ഹീൽ ദ വീക്ക് ആൻഡ് ഇൽ, ഡാൻസേഴ്സ് ഡാൻസ് ഫോർ അസ് ടു ചിൽ. എന്താണ് പറയുന്നത്? ഫാർമേഴ്സ് ധാന്യങ്ങളും കാര്യങ്ങളൊക്കെ പ്ലാന്റ് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്നുണ്ട്. ടൈലേഴ്സ് ടോപ്പും ക്ലോത്തും ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഡോക്ടേഴ്സ് നമ്മൾ വീക്കാകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളാകുമ്പോൾ നമ്മളെ ഹീൽ ചെയ്യുന്നുണ്ട്, നമ്മളെ അതിൽ നിന്നും ആശ്വസിപ്പിക്കുന്നുണ്ട്. ഡാൻസേഴ്സ് നമ്മളെ ചില്ല് ചെയ്യുന്നുണ്ട്, നമുക്കൊരു സന്തോഷം കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അല്ലേ. ആർട്ടിസ്റ്റ് ഡ്രോ ആൻഡ് പെയിൻറ്റ് വിത്ത് ഫ്ലയർ, പൈലറ്റ്സ് ഫ്ലൈ ദ പ്ലെയിൻസ് ഇൻ ദ എയർ, വർക്കേഴ്സ് ഡു ദെയർ ജോബ്സ് വിത്ത് പ്രൈഡ്, ഓൾ ആർ ഈക്വൽ ഇൻ ദെയർ സൈഡ്. എന്താ പറയുന്നത്? ആർട്ടിസ്റ്റ് ഒരുപാട് പെയിൻസും ഫ്ലയേഴ്സും ഒക്കെ വരക്കുന്നുണ്ട്. പൈലറ്റൊക്കെ പ്ലെയിൻസും ഒക്കെ നമ്മുടെ എയറിലൊക്കെ ഫ്ലൈ ചെയ്യിപ്പിക്കുന്നുണ്ട്. വർക്കേഴ്സ് എല്ലാവരും വളരെ അഭിമാനത്തോടു കൂടിയിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ ജോബും കാര്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവരും ഈക്വലായിട്ടാണ് ചെയ്യുന്നത് അല്ലേ. വിച്ച് ആർ ദ ജോബ്സ് മെൻഷൻ ഇൻ ദ പോം? ഈ പോമിൽ എന്തൊക്കെ ജോബിനെ കുറിച്ചിട്ടാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? എന്തിനൊക്കെ കുറിച്ചായിരുന്നു കൂട്ടുകാരെ മെൻഷൻ ചെയ്തിട്ടുള്ളത്? എന്തൊക്കെ ജോബിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്? ഏതൊക്കെയാണ് ജോബ്? ഫാമേഴ്സ്, ടൈലേഴ്സ്, ഡോക്ടേഴ്സ്, ഡാൻസേഴ്സ്, ആർട്ടിസ്റ്റ്, പൈലറ്റ്, അതുപോലെ തന്നെ വർക്കേഴ്സ്, ഇവരൊക്കെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. Then, have you seen people doing this job in your locality? നിങ്ങളുടെ ഏരിയയിൽ ഇത്തരം ആളുകളൊക്കെ ജോലി ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ യെസ് എന്ന് കൊടുക്കുക. നെയിം ദ ടൂൾസ് യൂസ്ഡ് ഫോർ ദീസ് ജോബ്. അവർ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ടൂൾസാണ് ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? പ്ലഫ്, ടൈലർ മെഷീന്, സ്റ്റെതസ്കോപ്പ്, ബ്രഷ് അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും കൂടെ കൂട്ടുകാർ എഴുതാം. ഇനി നമുക്ക് നേരെ 1ാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ്. എന്താണ്? നമ്മൾ നേരത്തെ കുറച്ച് വാക്ക് വായിച്ചു അല്ലേ, പോം വായിച്ചു. അതേപോലെ ഇവിടെ തന്നിട്ടുണ്ട്. ഫാർമേഴ്സ് പ്ലാന്റ് ആൻഡ് റീപ്പ് ദ ക്രോപ്സ്, ടൈലേഴ്സ് സ്റ്റിച്ച് ദ ക്ലോത്ത്സ് ഫോർ ടോപ്സ്. ഹിയർ ക്രോപ്സ് ആൻഡ് ടോപ്സ് ആർ റൈമിംഗ് വേർഡ്സ്. ഇവിടെ എന്താണ്? ഇവിടെ ഈ 2 ലൈനിൽ അവസാനമുള്ളത് ഒന്നിൽ ക്രോപ്സ് എന്നും മറ്റൊന്നിൽ ടോപ്സ് എന്നുമാണ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും റൈമിംഗ് വേർഡ്സ് ആണ്, രണ്ടിനും ഒരേ സൗണ്ട്സ് ആണ് വരുന്നത് അല്ലേ. ഫൈൻഡ് ഔട്ട് അതർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. അപ്പോൾ ഈ പോമിൽ നിന്ന് ഇത്തരത്തിലുള്ള കുറച്ച് റൈമിംഗ് വേർഡ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഇൽ, ചിൽ, ഫ്ലയർ, എയർ, പ്രൈഡ്, സ്ട്രൈഡ്. ഒന്നുകൂടെ പറയാം. ഇൽ, ചിൽ, ഫ്ലയർ, എയർ, പ്രൈഡ്, സ്ട്രൈഡ്. ഇതൊക്കെ ഇത്തരത്തിലുള്ള റൈമിംഗ് വേർഡ്സ് ആണ്. ആക്ടിവിറ്റി നമ്പർ 2. ഹിയർ ദ പിക്ചേഴ്സ് ഓഫ് സം വർക്കേഴ്സ് ആൻഡ് ദെയർ ടൂൾസ്, മാച്ച് ദം വിത്ത് ദെയർ ടൂൾസ്. അപ്പോൾ ഇവിടെ കുറച്ച് വർക്കേഴ്സും അവരുടെ ടൂൾസുമാണ് ഇവിടെ ഒരു പിക്ചറിൽ തന്നിട്ടുള്ളത്. അത് കറക്റ്റായിട്ട് നമ്മളോട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോന്നും ഓരോരുത്തരുടേതായിട്ട് നമ്മൾ മാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ 1ാമത്തെ പിക്ചർ എവിടെയാണ്? ആ ഒരു ആണി അല്ലേ, അവിടെയാണ് നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത്. ഇനി അടുത്തത് അവിടെ മാച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. 3ാമത്തത് ഒരു ക്ലീൻ ചെയ്യുന്ന ആളാണ്, അയാൾക്ക് ചൂലുമായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. പിന്നെ പെയിൻറ് ചെയ്യുകയാണ്, അപ്പോൾ ബ്രഷുമായിട്ട് മാച്ച് ചെയ്യുക. പിന്നെ കാർപ്പൻ്ററാണ്, കാർപ്പൻ്റർ എന്തുമായിട്ട് മാച്ച് ചെയ്യണം? നമ്മൾ ആ ഒരു ഇതല്ലേ, മുറിക്കുന്ന ആ ഒരു സാധനവുമായിട്ട് മാർക്ക് ചെയ്യണം. പിന്നെ ഡോക്ടറാണ്, ഡോക്ടർ സ്റ്റെതസ്കോപ്പുമായിട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ ഇതേപോലെയാണ് നിങ്ങളിത് മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്തത് മേക്ക് ആൻ ആൽബം യൂസിങ് പിക്ചേഴ്സ് ഓഫ് ജോബ്സ് ആൻഡ് ടൂൾസ്. എന്താണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്? ജോബ്സും അവരുടെ ടൂൾസും മാച്ച് ചെയ്യുന്ന ഒരു ആൽബം പോലെ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് ജോബ്സ് കൊടുത്തിട്ടുണ്ട്, ടൂൾസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഡോക്ടറാണ്, ഡോക്ടറുടെ ടൂൾ എന്ന് പറയുന്നത് സ്റ്റെതസ്കോപ്പാണ്. ഇനി അടുത്തൊരു ജോബ് കൊടുക്കാം. ടീച്ചറുടെ ബുക്സ് ആണ്. പെയിൻറ്റർ ആണെങ്കിൽ പെയിൻറ്റിംഗ് ബോക്സ് ആണ്. ഡ്രൈവർ ആണെങ്കിൽ വെഹിക്കിളാണ്. എൻജിനീയർ ആണെങ്കിൽ കമ്പ്യൂട്ടറാണ്. ഫാമർ ആണെങ്കിൽ പ്ലഫാണ്. സ്വീപ്പർ ആണെങ്കിൽ ബ്രൂമാണ്. ടൈലർ ആണെങ്കിൽ ടൈലർ മെഷീനാണ്. അപ്പോൾ ഇതേപോലെയാണ് നിങ്ങളിത് എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അതിന് താഴെയായിട്ട് ഫിൽ ഇൻ ദ ഫോളോയിങ് ടേബിൾ. താഴെയുള്ള ടേബിളും കൂടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. ഒന്ന് ജോബ്സ്, മറ്റൊന്ന് വാട്ട് ഡു ദേ ഡു, അവരെന്താണ് ചെയ്യുന്നത് എന്നതാണ്. ഡോക്ടർ എന്താ ചെയ്യുന്നത് കൂട്ടുകാരെ? ട്രീറ്റ് ദ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുക അല്ലേ.
ടീച്ചർ എന്താ ചെയ്യുന്നത്? ടീച്ചിങ് സ്റ്റുഡൻസിനെ ടീച്ച് ചെയ്യുകയാണ്. പെയിൻറ്റർ ആണെങ്കിൽ പെയിൻറ്റ്സ് വാൾസ് എന്നാണ്. സ്വീപ്പർ ആണെങ്കിൽ സ്വീപ്സ് ദ ഫ്ലോർ എന്നാണ് കൊടുക്കേണ്ടത്. സ്വീപ്പ് ദ ഫ്ലോർ. ഓക്കെ, അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അവിടെ നമ്മൾ പറഞ്ഞത്. ഇനി ആക്ടിവിറ്റി നമ്പർ 3 ആണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. റൈറ്റ് എ റെയിം ലൈക്ക് ദ വൺസ് ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള റെയിം പോലെ നമ്മളെടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. ഇവിടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഐ എം എ ടീച്ചർ ഇൻ ദ ടൗൺ. ഞാൻ ടൗണിലെ ഒരു ടീച്ചറാണ്. ദെൻ ഓൾ ഡേ ലോങ് ഐ ടീച്ച് മൈ കിഡ്സ്. ഒരു ദിവസം മുഴുവൻ ഞാൻ എൻ്റെ കുട്ടികളെ പഠിപ്പിക്കും. ഇനി അടുത്തതോ, ഇറ്റ്സ് മൈ ജോബ്. ഇതെൻ്റെ ജോബാണ്. ദാറ്റ്സ് വൈ ഐ ഡു. ഇറ്റ്സ് ദ ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. പിന്നെന്താണ്? ഇത് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ജോബാണ് എന്നാണ് പറയുന്നത്. ഇനി ടൈലർ പറയുന്നത് എന്താണ്? ഐ എം എ ടൈലർ ഇൻ ദ ടൗൺ. ടൗണിലെ ഒരു ടൈലറാണ് ഞാൻ. ഓൾ ഡേ ലോങ് ഐ സ്റ്റിച്ച് എ ഗൗൺ. ഒരു ദിവസം മൊത്തം ഞാൻ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യും. ഇറ്റ്സ് മൈ ജോബ്. അതെൻ്റെ ജോബാണ്. ദാറ്റ്സ് വാട്ട് ഐ ഡു. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇറ്റ്സ് ദ ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. ഇതെനിക്ക് ഇഷ്ടമുള്ള ഒരു ജോബാണ്. ഇനി അടുത്തത് കൂട്ടുകാരോട് ഡോക്ടർ ഒരു പിക്ചർ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഐ എം എ ഡോക്ടർ ഇൻ ദ ടൗൺ. ഞാൻ ടൗണിലെ ഒരു ഡോക്ടറാണ്. ഓൾ ഡേ ലോങ് ഐ ട്രീറ്റ് മൈ പേഷ്യൻസ്. എന്താണ്? ഒരു ദിവസം മൊത്തം ഞാൻ എൻ്റെ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യും. ഇറ്റ്സ് മൈ ജോബ്. ഇതെൻ്റെ ജോബാണ്. ദാറ്റ്സ് വാട്ട് ഐ ഡു. അതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതുപോലെ ഇറ്റ്സ് ദ ജോബ് ദാറ്റ് ഐ ലൈക്ക് ടു ഡു. ഇതെനിക്ക് ഇഷ്ടമുള്ള ഒരു ജോബാണ്. അതേപോലെ കൂട്ടുകാർ അവിടെ ഒന്ന് എഴുതി കൊടുക്കുക. ഇനി അടുത്തത് നോക്കൂ. ഇവിടെ മാച്ച് ദ വേർഡ്സ് മേക്ക് പെയേഴ്സ്. ഇവിടെ പെയേഴ്സ് നോക്കിയിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ ബോട്ട്സ്മാൻ ആണ്. ബോട്ട്സ്മാനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വെഹിക്കിൾസ് എന്ന് പറയുന്നത് ഏതാണ് കൂട്ടുകാരെ? ബോട്ടാണ് അല്ലേ. ഇനി ഡ്രൈവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ബസ്സാണ്. പൈലറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ്? എയർക്രാഫ്റ്റ് ആണ് അല്ലേ. ഇനി ലോക്കോ പൈലറ്റ് ഉണ്ട്. ലോക്കോ പൈലറ്റുമായിട്ട് റിലേറ്റ് ചെയ്തത് ട്രെയിനാണ്. ട്രെയിനിലെ പൈലറ്റിൽ നമ്മൾ ലോക്കോ പൈലറ്റ് എന്നാണ് പറയാം. ക്യാപ്റ്റൻ ഷിപ്പിലാണുള്ളത്. അപ്പോൾ ഇതേപോലെ ഇത് മാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി അടുത്തത് ആക്ടിവിറ്റി നമ്പർ 5 ആണ്. ഡ്രോ ആൻഡ് സ്പീക്ക്. എന്താണ്? വരക്കുക എന്നിട്ട് എഴുതുക. ഐ ക്യാൻ ബെസ്റ്റ് യുവർ ഹാർട്ട് ബീറ്റ്. എന്താണ്? എനിക്ക് നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് കേൾക്കാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. ഇനി ഇതേപോലെ നിങ്ങൾ എന്താ വരക്കേണ്ടത്? നിങ്ങളവിടെ ഒരു ചൂല് വരയ്ക്കുക. എന്നിട്ട് ഐ ക്യാൻ ക്ലീൻ ദ ഫ്ലോർ എന്ന് കൊടുക്കുക. ഓക്കെ, ബ്രൂം വരച്ചിട്ട് ഐ ക്യാൻ ക്ലീൻ ദ ഫ്ലോർ എന്ന് കൊടുക്കുക. അതിനുശേഷം ബ്രഷ് കൊടുക്കുക. ബ്രഷ് കൊടുത്തിട്ട് ഐ ക്യാൻ പെയിൻറ്റ് ഓൺ വാൾ എന്ന് കൊടുക്കുക. ഐ ക്യാൻ പെയിൻറ്റ് ഓൺ വാൾ. ഓക്കെ, അപ്പോൾ പിക്ചറും കൂടെ നിങ്ങൾ എവിടുന്നെങ്കിലും എടുത്ത് നിങ്ങളൊന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. അടുത്ത ആക്ടിവിറ്റി നമ്പർ 6 ആണ്. ദ ഫാർമർ നെറേറ്റഡ് ദ ഹോൾ സ്റ്റോറി ടു ദ കിങ്. എന്താണ്? ഫാർമർ ആ സ്റ്റോറി മൊത്തം ആ കിങ്ങിന് നെറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. കംപ്ലീറ്റ് ഇറ്റ്. അപ്പോൾ നമ്മളെടുത്ത് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഫാർമർ പറഞ്ഞത് എന്നാണ് നിങ്ങളവിടെ എഴുതേണ്ടത്. ഐ എം എ ഫാർമർ ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്. എന്താണ്? ഞാനൊരു ഫാർമറാണ്, ഒരുപാട് കാലത്തെ അധ്വാനത്തിന് ശേഷം. ഐ ഏൺഡ് ഇനഫ് ടു ബൈ എ ഗോൾഡ് കോയിൻ. ഞാനൊരു ഗോൾഡ് കോയിൻ വാങ്ങിക്കാനുള്ള പൈസ ഞാൻ കളക്ട് ചെയ്തു. എന്നിട്ട് എന്താവും? ഐ വാസ് സോ ഹാപ്പി. ഞാൻ വളരെ സന്തോഷത്തിലായിരുന്നു. ഐ വാണ്ടഡ് ടു കീപ് ഇറ്റ് സേഫ്. എന്താണ്? അത് സേഫായിട്ട് വെക്കണമായിരുന്നു എനിക്ക്. ഐ ലുക്ക്ഡ് ഫോർ എ സേഫ് പ്ലേസ് ആൻഡ് ഫൗണ്ട് എ ലൂസ് ബ്രിക്ക് ഇൻ ദ വാൾ നിയർ ദ പാലസ്. അങ്ങനെ ഞാൻ ആ സേഫ് പ്ലേസ് അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഞാനിവിടെ ഇവിടുത്തെ പാലസിൻ്റെ അടുത്തായിട്ട് ഒരു വാളിൽ ഒരു ബ്രിക്ക് ഇങ്ങനെ ലൂസായിട്ട്, ഒരു ഇഷ്ടിക ലൂസായിട്ട് കണ്ടത്. ഐ ഹൈഡ് മൈ കോയിൻ ബിഹൈൻഡ് ദ ബ്രിക്ക് ആൻഡ് വെൻറ്റ് ഹോം. ഞാൻ ആ ഒരു ബ്രിക്ക് എടുത്തിട്ട് അതിൻ്റെ ബാക്കിലായിട്ട് ഞാൻ ആ കോയിനെ ഒളിപ്പിച്ച് വെച്ചിട്ട് വീട്ടിലേക്ക് പോയി. ടു ടേക്ക് മൈ വൈഫ് ടു ദ കാർണിവൽ. എൻ്റെ വൈഫിനെ കാർണിവലിലേക്ക് കൊണ്ടുപോകണമായിരുന്നു. ഐ നീഡ് മണി. അതിനെനിക്ക് പൈസ ആവശ്യമാണ്. ഫ്രം ദാറ്റ് ഐ നീഡ് ദ കോയിൻ ബാക്ക് ഫോർ അറ്റ് എ കെയിം ഹിയർ. എന്താണ്? അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കോയിൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതാണ് ഫാർമർ പറയാനിടയുള്ള കഥ എന്ന് പറയുന്നത് അല്ലേ, അല്ലെങ്കിൽ സ്റ്റോറി എന്ന് പറയുന്നത്. ഇനി ആക്ടിവിറ്റി നമ്പർ 7 ആണ്. എവറി ഡേ യു വർക്ക് ലൈക്ക് എ ഹോഴ്സ്. എല്ലാ ദിവസവും നിങ്ങൾ ഒരു ഹോഴ്സിനെ പോലെ, ഒരു കുതിരയെ പോലെ നിങ്ങൾ ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ബട്ട് യുവർ പോക്കറ്റ് ആർ ഓൾവേസ് എംപ്റ്റി. പക്ഷെ എന്താണ്? നിങ്ങളുടെ പോക്കറ്റ് എപ്പോഴും കാലിയാണ്. ഈസ് വൈഫ് സെഡ്. വൈഫാണ് പറഞ്ഞത്. ദ ഫാർമർ ലെഫ്റ്റ് ദ ഹൗസ് വിത്തൗട്ട് അറ്ററിങ് എ വേർഡ്. ഒരക്ഷരം പോലും മിണ്ടാതെ ഫാർമർ അവിടെ നിന്നും പോയി. വാട്ട് മേ ബി ഹിസ് തോട്ട് റൈറ്റ് ഡൗൺ. അപ്പം എന്താവും അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാണ്
നമ്മളവിടെ എഴുതേണ്ടത്. എന്തായിരിക്കും? ഷി ഹാസ് നെവർ ഡിമാൻഡഡ് എനിത്തിങ് ടിൽ നൗ. അവൾ ഇതുവരെ എൻ്റെ അടുത്തും ഒരാവശ്യവും പറഞ്ഞിട്ടില്ല. ഹൗ ക്യാൻ ഐ ടേക്ക് ഹെർ ടു ദ കാർണിവൽ. ഞാൻ അവളെ എങ്ങനെയാണ് കാർണിവലിലേക്ക് കൊണ്ടുപോവുക? സഡൻലി ഹി റിമെമ്പേർഡ് ദാറ്റ് ഗോൾഡ് കോയിൻ. പെട്ടെന്നാണ് അദ്ദേഹം ആ ഗോൾഡ് കോയിനെ കുറിച്ചിട്ട് ആലോചിച്ചത്. ഹി തോട്ട് അബൌട്ട് ടേക്കിംഗ് ഇറ്റ് ഫ്രം ദ പാലസ്. അപ്പോൾ ആ പാലസിൽ നിന്നും അത് എടുക്കണം എന്നുള്ള ചിന്ത അപ്പോഴാണ് അയാളിലേക്ക് വന്നത്. ഓക്കെ, ഇതാവും അയാൾ ചിന്തിച്ചിട്ടുണ്ടാവുക. നെക്സ്റ്റ് 8th ആക്ടിവിറ്റി ആണ് ദ ഗോഡ്സ് ലുക്ക് അറ്റ് ദ ഫാർമർ ടു ദ കിങ്. ആ കിങ്ങിൻ്റെ അടുത്ത് നിന്നും എന്താണ് ഒരു ബഡൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. വാട്ട് വുഡ് ബി ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ കിങ് ആൻഡ് ദ ഫാർമർ. ആ കിങ്ങും ഫാർമറും തമ്മിൽ എന്തായിരിക്കും നടക്കാനിടയുള്ള കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കിങ് ചോദിക്കുകയാണ് ഹു ആർ യു, നീ ആരാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫാർമർ എന്താ പറയുക? ഐ എം എ ഫാർമർ, ഞാനൊരു ഫാർമറാണ്. അപ്പോൾ കിങ് വീണ്ടും ചോദിക്കും വൈ യു കം ടു ദ പാലസ്, നീ എന്തിനാണ് പാലസിലേക്ക് വന്നത്? അപ്പോൾ ഫാർമർ എന്താ പറയുക? ടു കളക്ട് മൈ ഗോൾഡ് കോയിൻ, ഞാൻ എൻ്റെ ഗോൾഡ് കോയിന് കളക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കിങ് വൈ യു കെപ് ദ ഗോൾഡ് കോയിൻ ഹിയർ, നീ എന്താണ് കോയിൻ ഇവിടെ കെപ്റ്റ് ചെയ്തത്, എടുത്തു വെച്ചത്? അപ്പോൾ ഫാർമർ പറയുന്നത് ഐ തോട്ട് ഇറ്റ് വാസ് എ സേഫ് പ്ലേസ്. എന്താ പറയുന്നത്? ഞാൻ വിചാരിച്ചു ഇതാണ് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമെന്ന്. അപ്പോൾ കിങ് പറയാണ് ഓക്കെ ലെറ്റ് മീ ലുക്ക്, നീ എവിടെ നോക്കുക എന്ന് പറയാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും കിങ്ങും നമ്മുടെ ഫാർമറും കൂടെ ഉള്ള ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് 9th ആക്ടിവിറ്റി നോക്കാം. ദ ഫാർമർ ആൻഡ് ഹിസ് വൈഫ് വെൻ ടു ദ കാർണിവൽ. ഫാർമറും വൈഫും കൂടെ കാർണിവലിലേക്ക് പോയി. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. ഈ ഒരു പിക്ചർ നോക്കിയിട്ട് ഇവിടെ എന്തൊക്കെയാണോ കാണുന്നത് ഇത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്? ദ കാർണിവൽ ഈസ് ഫുൾ ഓഫ് പീപ്പിൾ. എന്താണ്? അവിടെ ഫുള്ള് ആളുകളാണ്. ദർ ഈസ് എ ക്രൗഡ്, ദർ ആർ ബ്യൂട്ടിഫുൾ ബലൂൺസ്, പ്ലേ തിങ്സ് ഇൻ ദ കാർണിവൽ. അവിടെ എന്താണ്? നല്ല ക്രൗഡായിട്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബലൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദർ ആർ സോ മെനി സ്വീറ്റ്സ്, ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട്. ചോക്ലേറ്റ്സ്, ബ്യൂട്ടിഫുൾ ഡ്രസ്, എന്താണ്? ചോക്ലേറ്റ് ഉണ്ട്, ബ്യൂട്ടിഫുൾ ഡ്രസ്സ് ഉണ്ട്. എലിഫന്റ് ഈസ് ഓൾസോ ദർ ടു എന്റർടൈൻ പീപ്പിൾ. എന്താണ്? ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്തും കൂടെ ഉണ്ട്? അവിടെ എലിഫൻറ്റും കൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ എന്തൊക്കെയാണ് കാണുന്നത് കൂട്ടുകാരെ? സമ്മൺ ഈസ് സെല്ലിങ് കളർഫുൾ ബലൂൺസ്. ഒരുപാട് ആളുകൾ കളർഫുൾ ആയിട്ടുള്ള ബലൂൺസ് ഒക്കെ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. ദർ ഈസ് എ ജിയാൻ വെയിൽ റൈഡ്സ്. അവിടെ എന്താണ്? ഒരു ജിയാൻ വെയിലും കാണുന്നുണ്ട്. എ സ്വീറ്റ് സെല്ലർ ഈസ് സെല്ലിങ് എമ്മി സ്വീറ്റ്സ്. എന്താണ്? ഒരു നല്ല ആള് നല്ല എമ്മി ആയിട്ടുള്ള സ്വീറ്റ്സ് ഒക്കെ വിൽക്കുന്നുണ്ട്. എ ബോയ് ആൻഡ് എ ഗേൾ ആർ ബൈയിങ് ഇറ്റ്. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അത് വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ദർ ഈസ് ഓൾസോ എ ടോയ് ഷോപ്പ്. അവിടെ ടോയ് ഷോപ്പ് കാണുന്നുണ്ട്. എവ്രി വൺ ഈസ് എൻജോയിങ് ദ ഫെസ്റ്റ്. എല്ലാവരും ആ ഫെസ്റ്റ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്നും എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തത് ആക്ടിവിറ്റി നമ്പർ 10 ആണ് കളർ ദ പിക്ചർ. ഈ ഒരു പിക്ചറിന് നിങ്ങൾ കളർ കൊടുക്കണം. ഇത് പാലസ് ആണ്. ആ പാലസിന് നിങ്ങൾ നല്ല ഭംഗിയായിട്ട് കളർ കൊടുക്കുക. ഓക്കെ, ദെൻ ആക്ടിവിറ്റി നമ്പർ 11 നോക്കാം. പിക്ക് അപ്പ് ദ പാർട്സ് ഓഫ് ദ സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ്. താഴെയുള്ള ഇത് വായിച്ചിട്ട് അതിന് സ്യൂട്ടായിട്ടുള്ള സെൻറ്റൻസുകൾ നമ്മളെ സ്റ്റോറിയിൽ നിന്നും എടുത്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 1 by 1 ഏതൊക്കെയാണ് നമുക്ക് കറക്റ്റായിട്ടൊന്ന് നോക്കാം. ഇവിടെ ഒന്നാമത്തത് ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്. എന്നിട്ട് ഇത് കറക്റ്റ് ആക്കിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഹാർഡ് വർക്ക്, ഒരുപാട് വർഷത്തെ ഹാർഡ് വർക്കിന് ശേഷം അല്ലേ, അവിടെ എന്താണ് മിസ്സായിട്ടുള്ളത്? ഹി ഏൺ എന്താണ്? എന്താ ഏൺ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹി ഏൺ ഇനഫ് മണി ടു ബൈ എ ഗോൾഡ് കോയിൻ. ഓക്കെ, ഹി ഏൺ ഇനഫ് മണി ടു ബൈ എ ഗോൾഡ് കോയിൻ. സെക്കൻഡ് വൺ, എ ഫാർമർ ലീവ്ഡ് ഇൻ എവിടെയാണ്? ഇൻ എ വില്ലേജ്. ദ കിങ് സ്റ്റാർട്ടഡ് ഇൻക്രീസിങ് ദ ഗോൾഡ് കോയിൻസ്. കിങ് ഇങ്ങനെ ഗോൾഡ് കോയിൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരുന്നു. ഫോർത്ത് വൺ, കെയർഫുള്ളി ഹി കെപ്റ്റ് ദ ഗോൾഡ് കോയിൻ ഇൻ എവിടെയാണ്? ഇൻ വാൾ. ഫിഫ്ത്ത് വൺ, ദ സോൾജിയേഴ്സ് ചേസ്ഡ് ദ ഫാർമർ കോട്ട് ഹിം ടു ദ പാലസ്. ഓക്കെ, ടു ദ പാലസ്. സിക്സ്ത് വൺ, ഹോ ഇറ്റ്സ് എ കാർണിവൽ, ഐ വിഷ് ഐ കുഡ് സീ ഇറ്റ്. എന്താണ്? എനിക്ക് ആഗ്രഹമുണ്ട് അത് കാണാൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളിത് എഴുതേണ്ടത്. എന്നിട്ട് ഇത് കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിലൊന്ന് എഴുതി കൊടുക്കാം. 12th ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. താഴെയുള്ള സെൻറ്റൻസുകൾ വായിക്കുക, എന്നിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ്സ് വെച്ചുകൊണ്ട് അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്?
ഫസ്റ്റ് വൺ, എ ഫാർമർ ലീവ്ഡ് ഇൻ എ വില്ലേജ്, ഹി വാസ് ഹാർഡ് വർക്കിംഗ്. ഒരു ഫാർമർ ഒരു വില്ലേജിൽ ഉണ്ടായിരുന്നു, അയാൾ നല്ല ഹാർഡ് വർക്ക് ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇനി ഹി ലുക്ക്ഡ് അറ്റ് ദ കോയിൻ, ഇറ്റ് വാസ് ഷൈനിങ്. എന്താണ്, അദ്ദേഹം ആ കോയിനിലേക്ക് നോക്കി, അത് നല്ല ഷൈൻ ആയിരുന്നു, നല്ല തിളങ്ങുന്നുണ്ടായിരുന്നു. ഇനി അടുത്തത്, ദ ഗോഡ് കോട്ട് ഹിം. എന്താണ്, ആ ബഡൻ അദ്ദേഹത്തെ പിടിച്ചു. ദ ടുക്ക് ഹിം ടു ദ പാലസ്, ആ പാലസിലേക്ക് കൊണ്ടുപോയി. ദ കിങ് സോ ദ ഫാർമർ, കിങ് ആ ഫാർമറിനെ കണ്ടു. ഡാഷ് വണ്ടേർഡ്, അപ്പോൾ അവിടെ എന്താ വരിക, ദ കിങ് എന്നുള്ളത് നമുക്ക് എന്താക്കി എഴുതാം, ഹി അല്ലേ, അദ്ദേഹം എന്നാക്കിയിട്ട് എഴുതാം. അപ്പം ഹി എന്നാക്കിയിട്ട് നമുക്ക് അവിടെ മാറ്റി എഴുതാം. ഹി വണ്ടേർഡ്. ദ ഗോഡ്സ് ചേസ്ഡ് ദ ഫാർമർ, ഗോഡ് എന്താണ്, ആ ഭടന്മാർ നമ്മുടെ ഫാർമറിനെ പിടിച്ചുകൊണ്ട് പോയി. ദെൻ ഡാഷ് ബ്രൗട്ട് ഹിം ടു ദ കിങ്, എന്താ പറഞ്ഞത്, ഹി ബ്രൗട്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഹി ബ്രൗട്ട് എന്ന് ആക്കുക. ദ ഫാമേഴ്സ് വൈഫ് വാസ് ആംഗ്രി, ഫാർമറിൻ്റെ വൈഫ് വളരെയധികം ദേഷ്യത്തിലായിരുന്നു. എന്താണ്, ഡാഷ് സ്കോൾഡഡ് ഹിം, അപ്പോൾ അവിടെ എന്താ വേണ്ടത്, ഷീ എന്നാണ്. ഓക്കെ, ഷീ അവൾ സ്കോൾഡ് ചെയ്തു, അവൾ ചീത്ത പറഞ്ഞു. ഷീ സ്കോൾഡഡ് ഹിം, അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു എന്ന് വെക്കണം. ഇനി അടുത്തതായിട്ട് റീഡ് ആൻഡ് റീജോയ്സ് എന്നുള്ളതാണ്. ഹാർഡ് വർക്ക് കൗണ്ട്സ്, എന്താണ്, ഹാർഡ് വർക്ക് എണ്ണപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ഒരു പിക്ചർഡ് സ്റ്റോറിയാണ് തന്നിട്ടുള്ളത്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് വൺ, വൺസ് ദർ ലീവ്ഡ് എ റെഡ് ഹെൻ. എന്താണ്, ഒരു റെഡ് ഹെന്ന് ഒരിക്കൽ താമസിച്ചിരുന്നു. ഷീ വാസ് ഹാർഡ് വർക്കിംഗ്, അവൾ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു കോഴിയായിരുന്നു. ബട്ട് ഹെർ ഫ്രണ്ട്സ് ദ കൗ, ദ ഡോഗ് ആൻഡ് ദ പിഗ് വെർ വെരി ലേസി. പക്ഷെ അവളുടെ ഫ്രണ്ടായിട്ടുള്ള കൗ എന്ന് പറഞ്ഞാൽ പശു, അതുപോലെ തന്നെ ഡോഗ്, നായ, പന്നി, അവരൊക്കെ വളരെ മടിയന്മാർ ആയിരുന്നു. വൺ ഡേ ഷീ ഗോട്ട് സം വീറ്റ്, ഒരു ദിവസം എന്താണ്, അവൾക്ക് കുറച്ച് ഗോതമ്പ് കിട്ടി. ഷീ വാണ്ടഡ് ടു മേക്ക് എ കേക്ക്, അവൾക്കൊരു കേക്ക് ഉണ്ടാക്കണമായിരുന്നു. ഷീ ആസ്ക് ഹെർ ഫ്രണ്ട്സ് ഫോർ ഹെൽപ്പ്, അവളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഹെൽപ്പൊക്കെ ചോദിച്ചു. ബട്ട് ദേ ഡിഡ്ന്റ് ഹെൽപ്പ്, പക്ഷെ എന്താണ്, അവരൊന്നും ഹെൽപ്പ് ചെയ്തില്ല. സോ ദ ഹെൻ ഗ്രൗണ്ട് ദ വീറ്റ് ആൻഡ് മെയ്ഡ് ദ ഫ്ലോർ ഹെർസെൽഫ്, അങ്ങനെ അവൾ തന്നെ അതൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, അങ്ങനെ പൊടിച്ച് അത് പൊടിയാക്കാൻ വേണ്ടി തുടങ്ങി. മീൻ വൈൽ ഹെർ ഫ്രണ്ട്സ് പ്ലേഡ് വിത്ത് ഗാഡ്ജറ്റ്, പക്ഷെ ആ സമയത്ത് അവളുടെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ഗാഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള മൊബൈല്, ലാപ്ടോപ്പ്, അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദെൻ ഷീ ബേക്ക്ഡ് ദ കേക്ക് ഓൾ ബൈ ഹെർസെൽഫ്, അവൾ ഒറ്റയ്ക്ക് തന്നെ ഒരു കേക്ക് ഉണ്ടാക്കി. വെൻ ദ കേക്ക് വാസ് റെഡി ഹെർ ഫ്രണ്ട്സ് കെയിം ടു ഈറ്റ് ഇറ്റ്, അപ്പോൾ കേക്ക് എപ്പോൾ റെഡിയായോ അപ്പോൾ അവളുടെ ഫ്രണ്ട്സൊക്കെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് എത്തി. ഹൂ ഡിഡ് ഓൾ ദ വർക്ക് ദ ഹെൻ ആസ്ക്ഡ്, അപ്പോൾ ആ സമയത്ത് ആ കോഴി ചോദിക്കുകയാണ്, ആരാണ് എല്ലാ വർക്കും ചെയ്തത്. യു ഓൾ സെഡ്, അപ്പോൾ എല്ലാവരും പറഞ്ഞു നീയാണ് എന്ന് പറഞ്ഞു. ഇഫ് സോ ഹൂ ഡിസേർവ് ദ കേക്ക് ദ ഹെൻ ആസ്ക്, എങ്കിൽ ആർക്കാണ് ഈ കേക്കിൻ്റെ ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ആർക്കാണ് ഈ കേക്ക് ഡിസർവ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഹെയർ ഫ്രണ്ട്സ് അണ്ടർസ്റ്റുഡ് ദെയർ മിസ്റ്റേക്ക്, അപ്പോൾ ഫ്രണ്ട്സിന് മനസ്സിലായി എന്താണ് അവരുടെ തെറ്റ് എന്നുള്ളത്. ദ ഫെൽറ്റ് അഷെയിംഡ്, അവർക്ക് ലജ്ജ തോന്നുകയാണ് ചെയ്തത്. ഡോണ്ട് വറി, ദിസ് ടൈം ഐ ഷോൾ ഷെയർ ദ കേക്ക് വിത്ത് യു. അപ്പോൾ കോഴി പറയാണ്, കുഴപ്പമില്ല, ഈ സമയം ഞാൻ നിങ്ങൾക്ക് ഇതെല്ലാം ഷെയർ ചെയ്യാം എന്ന് പറയാണ്. ബട്ട് ഡോണ്ട് ബി ലേസി എനിമോർ, പക്ഷേ ഇനി നിങ്ങൾ ഒരിക്കലും ലേസി ആവരുത് എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ സ്റ്റോറിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ദെൻ റീകാസ്റ്റ് ദ സ്റ്റോറി ഇൻ മൈ വേർഡ്സ്. ഇനി ഇവിടെ ഒരു കുറച്ച് സ്റ്റോറിക്കുള്ള പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നമ്മൾ പഠിച്ച സ്റ്റോറി തന്നെയാണ്. ഫസ്റ്റ് വൺ, ഹൂ ഈസ് ഇൻ ദ പിക്ചർ, ആരാണ് ഈ പിക്ചറിലുള്ളത്. വാട്ട് കൈൻഡ് ഓഫ് എ മാൻ വാസ് ഹി, അദ്ദേഹം എങ്ങനെയുള്ള ഒരാളായിരുന്നു. ഹൗ ഡിഡ് ഹി ഗെറ്റ് എ ഗോൾഡ് കോയിൻ, എങ്ങനെയാണ് അദ്ദേഹത്തിന് ഒരു ഗോൾഡ് കോയിന് കിട്ടിയത്. വാട്ട് ഡിഡ് ഹി ഡു വിത്ത് ദ ഗോൾഡ് കോയിൻ, ആ ഗോൾഡ് കോയിന് കൊണ്ട് അദ്ദേഹം എന്താണ് ചെയ്തത്. വാട്ട് വാസ് ദ വിഷ് ഓഫ് ദ ഫാമേഴ്സ് വൈഫ്, ഫാർമറിൻ്റെ വൈഫിൻ്റെ വിഷ്, അവരുടെ ആഗ്രഹം എന്തായിരുന്നു. വാട്ട് ഡിഡ് ദ ഫാമേഴ്സ് വൈഫ് ടെൽ ഹിം, ഫാമറുടെ വൈഫ് എന്താണ് അയാളോട് പറഞ്ഞത്. വാട്ട് ഡിഡ് ദ ഫാർമർ ഡു ദെൻ, അദ്ദേഹം എന്താണ് ചെയ്തത്. വാട്ട് ഡിഡ് ദ കിങ് ഗീവ് ദ ഫാർമർ, കിങ് എന്താണ് ഫാർമറിന് കൊടുത്തത്. വൈ വാസ് ദ കിങ് ആൻഡ് ദ ഫാർമർ ഹാപ്പി, എന്തുകൊണ്ടാണ് കിങ്ങും ഫാർമറും ഹാപ്പി ആയത്. അപ്പോൾ ഇവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ഒക്കെ ആയിട്ട് നിങ്ങളിവിടെ ഒരു സ്റ്റോറി നെറേറ്റ് ചെയ്തിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെറേറ്റ് ദ സ്റ്റോറി ഇൻ യുവർ വേർഡ്സ്, യു മേ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ, എന്താണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പിക്ചേഴ്സും വരച്ച് ചേർക്കാം, എന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു സ്റ്റോറി ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റോറിക്ക് ഒരു ഹെഡിങ് കൊടുക്കാം, ദ ഹോണസ്റ്റ് ഫാർമർ എന്ന് കൊടുക്കാം. ഓക്കെ, എ ഹാർഡ് വർക്കിംഗ് ഫാർമർ ലീവ്ഡ് നിയർ എ പാലസ്. ആഫ്റ്റർ മെനി ഇയേഴ്സ് ഓഫ് ഫാമിംഗ് ഹി ബോട്ട് എ ഗോൾഡ് കോയിൻ ആൻഡ് ഡിസൈഡഡ് ടു കീപ് ഇറ്റ് ഫോർ ദെയർ ഫ്യൂച്ചർ. He felt that his house is not a safe place to keep it. After searching for a while, he found out the suitable place. It was the palace wall. He noticed a loose brick on the wall and placed the coin under that. Months passed.
Farmer and his wife heard an announcement. It's a carnival. I want to go there, his wife said. Farmer became sad and explained that he was no money. She scolded him. After a while, he remembered about the gold coin and decided to take it back. He went to the palace and the king's court noticed him. They caught him and presented before the king. With fear, he explained everything to the king. King decided to make some fun and offered the farmer more gold coins instead of his coin. But the honest farmer rejected all offers and only asked for his coin. The king became so happy and he gifted the farmer with many coins. Okay? അപ്പോൾ നമ്മൾ പഠിച്ച സ്റ്റോറിയാണ്. അപ്പോൾ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ കൂട്ടുകാർ ഇതേപോലെ നിങ്ങളുടെ വേർഡ്സിൽ ഈ ഒരു സ്റ്റോറി എഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ? അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് വൺ ആക്ടിവിറ്റി നമ്പർ 18 ആണ്. ഒബ്സർവ് ദ പിക്ചർ കെയർഫുള്ളി, റൈറ്റ് എ സ്റ്റോറി ഇൻ മൈ ക്രിയേറ്റീവ് സ്പേസ്. അപ്പോൾ ഇവിടെ കുറച്ച് പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ്, ഒരു പൂച്ചക്കുട്ടി സ്കൂളിൽ പോകുന്നത്, വന്നു കഴിഞ്ഞാൽ അതെല്ലാം വിരിച്ചു വാരിയിടുന്നത്, എന്നിട്ട് പ്ലേറ്റ് ഒക്കെ എടുത്ത് കളിക്കുന്നത്, അതൊക്കെ പൊട്ടിക്കുന്നത്, അതുപോലെ മൊബൈലിൽ ഇരുന്ന് കാണുന്നത്, അമ്മ വഴക്ക് പറയുന്നത്, ടീച്ചർ എന്തോ പറയുന്നത്, ഇതൊക്കെയാണ് ഈ ഒരു പിക്ചറിൽ തന്നിട്ടുള്ളത്. ഇതെല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, മൈ ക്രിയേറ്റീവ് സ്പേസ് എന്നുള്ളിടത്ത് ഇതിൻ്റെ ഒരു സ്റ്റോറി ആയിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ? അത് നമുക്ക് ഈ സ്റ്റോറിക്ക് ഒരു പേര് കൊടുക്കാം. ദ നോട്ടി കാറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ? ടോം, എ നോട്ടി കാറ്റ് ഹു ലവ്ഡ് പ്ലേയിങ് ഓൾ ഡേ. വൺ ഡേ ആഫ്റ്റർ റിട്ടേണിംഗ് ഫ്രം സ്കൂൾ ഹി വാസ് റണ്ണിങ്. എന്താണ്, ടോം എന്ന് പറയുന്നത് ഒരു നോട്ടി ആയിട്ടുള്ള കാറ്റാണ്. അവർക്ക് കളിക്കാനൊക്കെ എപ്പോഴും കളിക്കാനാണ് ഇഷ്ടം. ഒരു ദിവസം അവൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ എന്താണ് ഉണ്ടായത്, അവൻ വീടിന് ചുറ്റും ഓടുകയാണ്. ത്രോയിങ് ടോയ്സ് ആൻഡ് സ്കാറ്ററിങ് ബുക്സ് എവ്രിവെയർ. അവര് എന്താണ്, ടോയ്സ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ എറിയുക, ബുക്കൊക്കെ ഇങ്ങനെ ആകെ വലിച്ചു വാരിയിടുക. ഈ ഈവൻ നോക്ക്ഡ് ഓവർ എ സ്റ്റാക്ക് ഓഫ് പ്ലേറ്റ്സ് ഇൻ ദ കിച്ചൺ. എന്താണ്, അവന് കിച്ചണിലെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു പ്ലേറ്റൊക്കെ പൊട്ടിക്കുകയാണ് അവൻ ചെയ്യുന്നത്. മേക്ക് എ ബിഗ് മെസ്. അവിടെ ആകെ അലങ്കോലാക്കി ഇട്ടു. When his mother saw the chores, she scolded him gently and explained how important it is to keep the house clean. അപ്പോൾ ഇത് കണ്ടപ്പോൾ അമ്മ എന്ത് ചെയ്തു, അവനെ ചീത്ത പറയുകയും വീടൊക്കെ വൃത്തിയാക്കി ഇടേണ്ടത് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. നെക്സ്റ്റ് ഡേ ഹിസ് ടീച്ചർ ടോട്ട് ഹിം അബൌട്ട് നീറ്റ്നെസ് ഇൻ ദ ക്ലാസ്. പിറ്റേ ദിവസം ക്ലാസ്സിൽ ടീച്ചറെ നീറ്റ്നെസ്സിനെ കുറിച്ചിട്ട് ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുത്തു. ഫീലിംഗ് അഷേംഡ്, ടോം ഡിസൈഡഡ് ടു മേക്ക് തിങ്സ് റൈറ്റ്. അപ്പോഴാണ് നമ്മുടെ ടോമിന് ആകെ ലജ്ജ തോന്നിയതും അവൻ ഇനി എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നീറ്റാക്കി വെക്കുമെന്ന് ഡിസൈഡ് ചെയ്തു. He picked up the toys, folded the clothes, swept the floor and neatly arranged the books on the shelf. The house looked beautifully again. അങ്ങനെ എന്ത് ചെയ്തു, അവന് ടോയ്സ് ഒക്കെ എടുത്തു, എന്നിട്ട് അതൊക്കെ നല്ല രീതിയിൽ വെച്ചു, ക്ലോത്ത്സ് ഒക്കെ നന്നായിട്ട് മടക്കി വെച്ചു, ഫ്ലോറൊക്കെ വൃത്തിയാക്കി, ബുക്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചു, ഷെൽഫിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ എന്താണ്, ഇപ്പോൾ വീട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഹിസ് മദർ സ്മൈൽഡ് ആൻഡ് പ്രൈസ്ഡ് ഹിം ഫോർ ബീങ് റെസ്പോൺസിബിൾ. അപ്പോൾ അവൻ്റെ അമ്മ ചിരിക്കുകയും അവനെ നന്നായിട്ട് എന്താ പറയുക, നന്നായിട്ട് കാര്യങ്ങളൊക്കെ റെസ്പോൺസിബിൾ ആയിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ഫ്രം ദാറ്റ് ഡേ ഓൺവേർഡ്സ് ടോം ഓൾവേസ് ഹെൽപ്ഡ് ഹിസ് മദർ ടു കീപ് ദ ഹൗസ് ക്ലീൻ. അന്ന് മുതൽ അവൻ അവൻ്റെ വീടൊക്കെ ക്ലീൻ ചെയ്യാനും നല്ല ഇതിനൊക്കെ അമ്മനെ സഹായിക്കുകയും ചെയ്തു. ഓക്കെ? അപ്പോൾ ഇതാണ് ഈ ഒരു സ്റ്റോറി. നിങ്ങൾക്ക് ഇതേപോലെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങളുടേതായ ഇമാജിനറിയിൽ നിങ്ങൾക്ക് എഴുതാം. ഇനി അടുത്ത ആക്ടിവിറ്റി നമ്പർ 14 ആണ്. ഡിജിറ്റൽ ടാസ്ക് ആണ്. ഫസ്റ്റ് വൺ വീഡിയോ ക്ലിപ്പാണ്. ദിസ് ഈസ് ദ ടൈം ഓഫ് ഫെസ്റ്റിവൽസ്. ഇപ്പം എന്താണ്, ഫെസ്റ്റിവൽസിൻ്റെ പൂരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണല്ലേ. പ്രിപ്പയർ എ വീഡിയോ ഓഫ് യുവർ ഫെസ്റ്റിവൽ ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് സെൻഡ് ടു യുവർ ടീച്ചർ. അപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ ഒരു ഫെസ്റ്റിവലിൻ്റെ വീഡിയോ എടുത്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കാം. മറ്റൊന്ന് ഓഡിയോ ഡയറിയാണ്. റെക്കോർഡ് ആൻഡ് ഓഡിയോ ഡയറേഷൻ ഓഫ് ദ വേരിയസ് ജോബ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് സെൻഡ് ടു യുവർ ടീച്ചർ. നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ, നിങ്ങളുടെ ഏരിയയിലുള്ള ഏതൊക്കെ ജോബ്സ് ആണ് ഉള്ളത് അതിനെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞിട്ട് അതും ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ? അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതോടുകൂടി നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.